നമ്മൾ അനുദിനം വ്യത്യസ്ത ഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ദൂരങ്ങൾ താണ്ടുന്നത്. നമ്മൾ ഈ ഗതാഗത മാർഗങ്ങളെല്ലാം ആശ്രയിക്കുമ്പോൾ തന്നെ യാത്രയ്ക്ക് സുഖവും സുരക്ഷിതത്വവും എല്ലാം തേടുന്നു. സുഖകരമായ യാത്ര, സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്ന യാത്ര, അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അത് നമ്മുടെ ജീവനെ തന്നെ ബാധിക്കുന്നത് കൊണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മുടെ യാത്രകൾ സന്തോഷകരവും അവിസ്മരണീയവുമാകും. അതിപ്പോൾ കാറാകട്ടെ, ട്രെയിനാകട്ടെ, നഗരത്തിനുള്ള പബ്ലിക് ഗതാഗത സൗകര്യങ്ങളാകട്ടെ, വിമാനങ്ങളാകട്ടെ, എന്തൊക്കെ ഉപയോഗിച്ചാലും സുരക്ഷിതമായ യാത്രയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അഥവാ ഒരു അപകടമുണ്ടായാൽ പരിക്കേൽക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത പൂർണ്ണമായും ഒഴിവാക്കുന്നതിനോ അല്ലെങ്കിൽ പരിക്കുകളോടെ നമ്മൾ രക്ഷപ്പെടാനെങ്കിലും സാധിക്കുന്നതിനോ അല്ലെങ്കിൽ കുറഞ്ഞ പരിക്കുകൾ മാത്രം ഉണ്ടാകാനോ സാധ്യതയുള്ള ചില സുരക്ഷിതമായ സീറ്റുകൾ ഓരോ വാഹനങ്ങളിലും ഉണ്ടാകാം. അങ്ങനെ വ്യത്യസ്തമായ വാഹനങ്ങളിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. നമ്മളൊരു വിമാനത്തിൽ യാത്ര ചെയ്യുന്നു എന്നിരിക്കട്ടെ. സ്വാഭാവികമായും എയർലൈൻ അധികാരികൾ സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നതിൽ വളരെ കർശനമാണ്. കാരണം വിമാനയാത്ര ഏറ്റവും സുരക്ഷിതമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിമാനമാണ് ഏറ്റവും കുറച്ച് അപകടമുണ്ടാക്കിയിരിക്കുന്ന ഒരു വാഹനം. എന്നാൽ അപകടമുണ്ടായാൽ പറയുകയും വേണ്ട. കാരണം വിമാനം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് തന്നെ ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗങ്ങളിൽ ഒന്നായതുകൊണ്ടാണ്. 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ളതുപോലെ അല്ല ഇന്നത്തെ സാഹചര്യങ്ങൾ. ഇന്ന് വിമാനത്തിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വളരെ സാധാരണമായി തീർന്നിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇനി ഒരു വിമാനത്തിൽ കയറേണ്ടി വരുമ്പോൾ എവിടെയാണ് ഇരിക്കേണ്ടത്? നിങ്ങൾക്ക് സേഫായിട്ട് എവിടെ ഇരിക്കാൻ സാധിക്കുന്നു? അത് മുൻവശത്തല്ല, വിമാനത്തിൻ്റെ പിൻവശത്തെ സീറ്റുകളാണ് ഏറ്റവും സേഫായ സീറ്റുകൾ. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അനുസരിച്ച് വിമാനത്തിൻ്റെ പിന്നിൽ 3-ാം സ്ഥാനത്ത് ഇരിക്കുന്ന യാത്രക്കാർക്ക് 32% മരണനിരക്ക്. അതേസമയം വിമാനത്തിൻ്റെ മധ്യഭാഗത്തും മുൻവശത്തും യഥാക്രമം 39%-വും 38%-വുമാണ് മരണനിരക്ക്. FAA റിപ്പോർട്ട് പ്രകാരം വിമാനത്തിൻ്റെ പിൻഭാഗത്തെ മധ്യഭാഗത്തെ സീറ്റാണ് ഏറ്റവും മികച്ച സ്ഥാനത്ത്. മരണനിരക്ക് വെറും 28%-മേ ഉള്ളൂ അവിടെ ഇരുന്നാൽ എന്നാണ് മിക്ക വിദഗ്ധരും പറയുന്നത്. വിമാനത്തിൻ്റെ പിൻഭാഗം മുൻഭാഗത്തെ അപേക്ഷിച്ച് അപകടകരമല്ല എന്നാണ് പോപ്പുലർ മെക്കാനിക്സ് നടത്തിയ പഠനമനുസരിച്ച് തെളിയുന്നത്. വിമാനത്തിൻ്റെ വാൽഭാഗത്തിരിക്കുന്ന യാത്രക്കാർക്ക് മുൻഭാഗത്തുള്ള യാത്രക്കാരെ അപേക്ഷിച്ച് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത 40% കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് വിമാനത്തിൻ്റെ പിൻഭാഗത്തെ മധ്യഭാഗത്തെ സീറ്റിലുള്ള യാത്രക്കാർക്ക് അതിജീവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നിങ്ങളൊരു ട്രെയിൻ യാത്രയാണ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. ട്രെയിൻ യാത്രകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. വളരെ സാഹസികതയും ആവേശവും ഒക്കെ നിറഞ്ഞതാണ്. മനോഹരമായ ഭൂഭാഗങ്ങൾ കണ്ടുകൊണ്ട് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുക എന്ത് രസമാണല്ലേ. മാത്രമല്ല, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ജനങ്ങളുമായി ഇടപഴകാനും കാരണമാകും. വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ള സഹയാത്രികരെ നമ്മൾ കണ്ടുമുട്ടുന്നു, പരിചയപ്പെടുന്നു. ട്രെയിൻ യാത്രകൾ പലപ്പോഴും വളരെ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ്. ഒരു ട്രെയിനിൽ നിങ്ങൾക്ക് മധ്യഭാഗത്ത് ഒരു സീറ്റ് ലഭിക്കുകയാണെങ്കിൽ, അതായത് മധ്യഭാഗത്തുള്ള കോച്ചിൽ ഒരു സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് താരതമ്യേന സുരക്ഷിതമായിരിക്കുമെന്ന് ഭൗതിക ശാസ്ത്ര നിയമങ്ങൾ ഉദ്ധരിച്ച് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഉദാഹരണത്തിന്, മധ്യഭാഗത്തുള്ള കോച്ചിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു സീറ്റാണ് ഏറ്റവും സുരക്ഷിതം. അതായത് 6-മത്തെയോ 7-മത്തെയോ കോച്ചാണ് ഏറ്റവും അഭികാമ്യം. അല്ലെങ്കിൽ 8-മത്തെ കോച്ചും നല്ല ഓപ്ഷനാണ്. അതെങ്ങനെയാണെങ്കിൽ 13 മുതൽ 15 വരെ കോച്ചുകളുള്ള ട്രെയിൻ ആണെങ്കിൽ. കാരണം മുന്നിൽ നിന്നൊരു കൂട്ടിയിടി ഉണ്ടായാൽ ആഘാതം വളരെ ഗുരുതരമാണ്. ഫ്രണ്ട് ബോഗികളിൽ ഇരിക്കുന്നവർക്ക് ഗുരുതരമാണ്. അതുപോലെ ബാക്കിൽ മറ്റൊരു ട്രെയിൻ കൊണ്ട് ഇടിച്ചാൽ ബാക്കിലുള്ള ബോഗികൾക്കും വളരെ ഗുരുതരമായ ആഘാതമാണ് ഉണ്ടാകുന്നത്. ഫ്രണ്ടിൽ നിന്ന് കൂട്ടിയിടിച്ചാൽ ലോക്കോമോട്ടീവും അതിന് പിന്നിലുള്ള കുറച്ച് ബോഗി കോച്ചുകളെയും അത് ബാധിക്കും, അല്ലേ? അപ്പോൾ മധ്യഭാഗത്തെ കോച്ചുകൾ മുന്നിൽ നിന്ന് നോക്കിയാലും പിന്നിൽ നിന്ന് നോക്കിയാലും ഒരേ അകലമായതുകൊണ്ട് ഇത്രയും കോച്ചുകൾ കടന്ന് ഈ ഭാഗത്ത് എത്തുമ്പോൾ താരതമ്യേന കുറഞ്ഞ ആഘാതമായിരിക്കും മധ്യഭാഗത്തെ കോച്ചുകളിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് മധ്യഭാഗത്തെ കോച്ചിൽ മധ്യഭാഗത്തുള്ള ഒരു സീറ്റ് നിങ്ങൾ തിരഞ്ഞെടുത്താൽ ഏറ്റവും സുരക്ഷിതമാണെന്ന് പറയപ്പെടുന്നു. ഇനി നമ്മുടെ സ്വന്തം വാഹനമായ കാറെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പ്രൈവറ്റായിട്ട് യൂസ് ചെയ്യുന്നൊരു വാഹനം. കാരണം ട്രെയിനോ വിമാനമോ അങ്ങനെ പ്രൈവറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വിമാനം ചിലർക്ക് മാത്രമേ ഉള്ളൂ.
നമ്മൾ കാറുകളെ വളരെ ഇഷ്ടപ്പെടുന്നു. കാരണം എന്തുകൊണ്ടാണ്? കാർ യാത്ര ചെയ്യാൻ മാത്രമല്ല, അത് നമ്മുടെ കേരള സമൂഹത്തിലൊക്കെ ആണെങ്കിൽ വളരെ അന്തസ്സിൻ്റെയും കൂടെ ഒരു പ്രതീകമാണ്. വീടിൻ്റെ മുന്നിൽ ഒരു കാറ് നിർത്തിയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് തറവാടിൻ്റെ മുന്നിൽ ഒരു ആനയെ കൊണ്ട് നിർത്തി പിന്നെ ആഡംബരം അല്ലെങ്കിൽ അന്തസ്സ് കാണിക്കുക, ആഠ്യത്വം കാണിക്കുന്നതിന് തുല്യമാണ് ഇന്ന് കാറ്. മാത്രമല്ല അവ നമ്മുടെ ദൈനംദിന യാത്ര വളരെ വളരെ സുഗമമാക്കുന്നു. മിക്കപ്പോഴും നമ്മൾ സ്വന്തമായി തന്നെയാണ് കാർ ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കപ്പോഴും ഡ്രൈവിംഗ് സീറ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരിക്കുന്നത് കൊണ്ട് നമുക്കിനി മറ്റൊരു സീറ്റ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ കാലുകൾക്കും പെഡലുകൾക്കും ഇടയിലുള്ള ദൂരം, ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് എന്നിവയൊക്കെ കൈകാര്യം ചെയ്യാൻ വളരെ സുരക്ഷിതമായ രീതിയിലാണ് ഇരിക്കേണ്ടത്. അതുമാത്രമല്ല നമ്മുടെ കാഴ്ച, റോഡ് കാണാൻ പറ്റുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കാഴ്ച വളരെ സുരക്ഷിതമായി ഇരിക്കാൻ സീറ്റിൻ്റെ ഉയരം ക്രമീകരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ സീറ്റ് ബെൽറ്റ് ഇടേണ്ട കാര്യത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് നിയമപരമായി നമ്മളത് പാലിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. എന്നാൽ നിങ്ങൾ കാറിലെ ഒരു യാത്രക്കാരനാണെങ്കിൽ സ്വാഭാവികമായും ഡ്രൈവറിൻ്റെ പിന്നിലെ ഉള്ള ആ സീറ്റ്, മധ്യഭാഗത്തോ ഉള്ള പിൻ സീറ്റ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. കാരണം മുന്നിൽ നിന്ന് ഇടിച്ചാൽ കാറിൻ്റെ ഈ ഭാഗത്ത് താരതമ്യേന കുറഞ്ഞ ആഘാതം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇനി നിങ്ങൾ ബസ്സിലാണ് പോകുന്നതെങ്കിലോ, പൊതുഗതാഗതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതും നമ്മുടെ കീശയ്ക്ക് താങ്ങാനാകുന്ന ഒരു നിരക്ക് മാത്രമുള്ള വാഹനങ്ങളിൽ ഒന്നാണ് ബസ്. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൻ്റെ മധ്യഭാഗത്ത് ഇടതുവശത്തുള്ള സീറ്റിൽ ഇരിക്കുന്നതാകും ഏറ്റവും നല്ലത്. അത് ഇന്ത്യ പോലെ ഇടതുവശ ഗതാഗതമുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ ഈ സീറ്റിൽ ഇരിക്കേണ്ടത്. എന്നാൽ USA പോലെ വലതുവശ ഗതാഗതമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ബസ്സിൻ്റെ മധ്യഭാഗത്ത് വലതുവശത്തുള്ള സീറ്റിലായിരിക്കണം ഇരിക്കേണ്ടത്. കാരണം ഫ്രണ്ടും ബാക്കും നമുക്ക് സ്വാഭാവികമായി അറിയാം. ഫ്രണ്ടിൽ നിന്ന് വാഹനം ഇടിക്കുമ്പോൾ ഡ്രൈവറുടെ സീറ്റും തൊട്ട് പുറകിലോട്ടുള്ള കുറേ സീറ്റുകളിലേക്കും ഈ ആഘാതം വളരെ വലുതായിരിക്കും. പിറകിൽ നിന്ന് മറ്റൊരു വണ്ടി കൊണ്ടുവച്ച് ഇടിച്ചു കൊടുത്താലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായും മധ്യഭാഗത്ത് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി കപ്പലിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കപ്പലെന്ന് പറയുമ്പോൾ കടലിൽ കൂടി ഇങ്ങനെ പോകുന്ന ഒരു വാഹനമാണല്ലോ കപ്പൽ. അതിനിപ്പം കൂട്ടിയിടിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത തുലവും കുറവാണ്. പിന്നെ ആകെയുള്ള സാധ്യത എന്ന് പറയുന്നത് കപ്പൽ മുങ്ങുക എന്നുള്ളതാണ്. ഇനി അടിയോടെ മുങ്ങിപ്പോകുന്ന ഒരു കപ്പലിൽ ഏത് സീറ്റാണ് സുരക്ഷിതമെന്ന് പറയുന്നത് തന്നെ മണ്ടത്തരമാണല്ലേ. എല്ലാം കൂടി ഒരുമിച്ചാണല്ലോ അത് മുങ്ങുന്നത്. എങ്കിലും അതിനും ഒരു സുരക്ഷിതമായ സ്ഥാനം വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശാലമായ സമുദ്രത്തിന് മുകളിലൂടെയുള്ള യാത്ര ഏവർക്കും ഒരു സ്വപ്നം തന്നെയാണ്. വളരെ ചിലവ് കൂടിയ യാത്ര ആയതുകൊണ്ടാണ് പലരും അതിന് ഒരുമ്പിടാത്തത്. ഒരു കപ്പലിലോ ക്രൂയിസിലോ ഒക്കെ ആയിരിക്കുമ്പോൾ സുഖസൗകര്യങ്ങൾക്ക് പുറമെ സുരക്ഷയ്ക്കും മുൻഗണന വേണം. ഇക്കാര്യത്തിൽ വിദഗ്ധർക്ക് വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും ഉണ്ട്. ചിലർ താഴത്തെ ഡെക്കിലുള്ള ക്യാബിനോ കപ്പലിൻ്റെ മധ്യഭാഗമോ വേണമെന്നായിരിക്കും പറയുന്നത്. കാരണം കുറഞ്ഞ കപ്പലിൻ്റെ ചലനം, കപ്പലിങ്ങനെ ആടിയും ചലിക്കുകയാണല്ലോ പോകുന്നത് വെള്ളത്തിൽ. അതുകൊണ്ട് അതിന് കുറഞ്ഞ ചലനമായിരിക്കും അവിടെ ഉള്ളത്. അതുകൊണ്ട് അവർ അത് ആഗ്രഹിക്കുന്നു. ചില വിദഗ്ധർ ഡെക്കും അതിനോടടുത്തുള്ള ക്യാബിനുമൊക്കെ ശുപാർശ ചെയ്യുന്നു. കപ്പൽ അഥവാ മുങ്ങിയാൽ അതിൻ്റെ മുകൾ ഭാഗം അവസാനമാണല്ലോ മുങ്ങുന്നത്. അതുകൊണ്ടാണ് ഇവർ ഡെക്കും ക്യാബിനുകളും നിർദ്ദേശിക്കുന്നത്. ഈ പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ വെള്ളം ഏറ്റവും താഴ്ന്ന നിലയിലേക്കും തുടർന്നുള്ള നിലയിലേക്കും ആണ് ആദ്യം ഇങ്ങനെ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് താഴ്ന്ന ക്യാബിനുകൾ ഒഴിവാക്കാനാണ് അവർ പറയുന്നത്. ഇനി അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ വിദ്യാഭ്യാസവും വിജ്ഞാനപ്രദവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ചില വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരശേഖരണവും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മേൽപ്പറഞ്ഞ സുരക്ഷിതമായ സീറ്റുകളും ആ സ്ഥാനങ്ങളൊന്നും നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളൊരു വാഹനം ബുക്ക് ചെയ്യുമ്പോൾ സീറ്റ് ഉള്ളതേ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇന്ന സീറ്റ് തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി അഥവാ കിട്ടിയാൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സീറ്റിൽ ഇരുന്നാൽ തന്നെ സുരക്ഷിതമായ ഒരു സീറ്റും സുരക്ഷിതമാകുന്നു എന്ന അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ സീറ്റിലും അപകട സാധ്യതകളുണ്ട്. ചില സീറ്റുകളിൽ അല്പം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കത് നോക്കിക്കൊണ്ട് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കില്ല. ഗതാഗത രീതികളിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം, ഇരിപ്പിടമൊക്കെ തിരിച്ചറിയുന്നതിനുള്ള പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി സുരക്ഷിതമായ സീറ്റുകൾ സംബന്ധിച്ച കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ
ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുമായി നിങ്ങളുടെ സംശയം ദൂരീകരിക്കുക. സുരക്ഷിതമായി യാത്ര ചെയ്യൂ, യാത്രകൾ ആസ്വദിക്കൂ.